മക്കളെ, 14 ദിവസമായി തുടരുന്ന കൗരവ-പാണ്ഡവ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇരുപക്ഷത്തും മഹാരഥന്മാരായ ഒട്ടേറെ രാജാക്കന്മാർക്ക് ജീവൻ നഷ്ടമായി. പരാജയങ്ങൾ കൗരവ സൈന്യത്തെ പിന്തുടരുകയാണ്. ജയദ്രഥനെ അർജുനൻ വധിച്ചത് ദുര്യോധനനിൽ വലിയ നിരാശ ജനിപ്പിച്ചു. സേനാനായകനായ ദ്രോണരോട് അദ്ദേഹം പരിഭവം പറഞ്ഞപ്പോൾ ദുര്യോധനനെ ദ്രോണർ പഴിക്കുകയായിരുന്നു. ജ്ഞാനികളായ ധാരാളം പേർ ഉപദേശിച്ചിട്ടും ചെവിക്കൊള്ളാതെ യുദ്ധം തുടങ്ങി വെച്ചതിൻ്റെ ഫലമാണ് ഈ പരാജയങ്ങൾക്കും യുദ്ധത്തിനും കാരണമെന്നും അർജുനനെ പോലെ ഒരു വില്ലാളിയെ തരം താഴ്ത്തി കണ്ടത് ഏറ്റവും വലിയ വിഡ്ഢിത്തമായി പോയി എന്നും ദ്രോണർ പറഞ്ഞു. എങ്കിലും തന്നെ കൊണ്ട് കഴിയും വിധം യുദ്ധം ചെയ്യാമെന്ന് ദ്രോണർ വാക്കുകൊടുത്തു. പിന്നെ എല്ലാം വിധി പോലെ വരുമെന്ന് പറഞ്ഞ് ദ്രോണർ യുദ്ധമുഖത്തേക്ക് പോയി. നിരാശനായ ദുര്യോധനൻ കർണനെ കണ്ട് വിഷയം ചർച്ച ചെയ്തു. ദ്രോണരെ ദുര്യോധനൻ പഴിക്കുകയായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഒരാചാര്യനെ പഴിക്കുന്നത് പാപമാണെന്ന് കർണൻ പറഞ്ഞു. പാണ്ഡവരോട് ചെയ്ത അധർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കർണൻ പറഞ്ഞു. എങ്കിലും നിരാശ കൈവിടാതെ വിജയം മാത്രം ലക്ഷ്യം വെച്ച് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപദേശിക്കുകയും ചെയ്തു. എല്ലാ അർത്ഥത്തിലും നിരാശനായ ദുര്യോധനൻ വർദ്ധിത വീര്യത്തോടെ യുദ്ധം ചെയ്തു. പാണ്ഡവപക്ഷത്തിന് ആ യുദ്ധം വളരെ നാശങ്ങളുണ്ടാക്കി. പാണ്ഡവരിലെ മഹാരഥന്മാരെല്ലാം ദുര്യോധനൻ്റെ ശരങ്ങളേറ്റ് മുറിപ്പെട്ടവരായി. പാണ്ഡവ സൈന്യം ഭയന്ന് പിന്മാറുന്നത് കണ്ട് യുധിഷ്ഠിരൻ എല്ലാവരെയും മടക്കി വിളിച്ചിട്ട് ദുര്യോധനനുമായി യുദ്ധം ആരംഭിച്ചു. ദുര്യോധനന് സഹായവുമായി ദ്രോണർ എത്തിയപ്പോൾ കുരുക്ഷേത്രം ഘോരമായ യുദ്ധത്താൽ രക്തപങ്കിലമായി. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഈ വിധത്തിൽ ദുര്യോധനനും ദ്രോണരും ചേർന്ന് പാണ്ഡവപക്ഷത്തെ ശിക്ഷിക്കുന്നത് കണ്ട് പ്രതാപശാലിയായ ശിബി മഹാരാജാവ് മുന്നോട്ട് വന്നു. ഇപ്രകാരം പാണ്ഡവപക്ഷത്തു നിന്നും മഹാരഥനായ ഒരാൾ മുന്നോട്ട് വരുന്നത് കണ്ട് ദ്രോണർ തുടരെ 10 അസ്ത്രങ്ങൾ എയ്തു. ശിബിക്ക് സാരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹവും വിട്ടുകൊടുത്തില്ല. ശിബിയുടെ ശരങ്ങളേറ്റ് ദ്രോണർക്ക് മുറിവ് പറ്റുകയും സാരഥി മരിക്കുകയും ചെയ്തു. ദ്രോണർ ശിബിയുടെ തേരാളിയെയും കുതിരകളെയും വധിച്ചു. മറ്റൊരു ശരത്താൽ ദ്രോണർ ശിബിയുടെ ശിരസ് ഉടലിൽ നിന്നും ദൂരേക്ക് തെറിപ്പിച്ചു. ദുര്യോധനനയച്ച മറ്റൊരു സാരഥി ദ്രോണരുടെ രഥം നിയന്ത്രിച്ചപ്പോൾ ആചാര്യൻ കൂടുതൽ രൂക്ഷമായി പാണ്ഡവ സൈന്യത്തെ പ്രഹരിച്ചു. രാജാവേ, ഇതേ അവസരത്തിൽ മറ്റൊരിടത്ത് ഭീമസേനൻ പാണ്ഡവ സൈന്യവുമായി ചേർന്ന് കൗരവരെ ശിക്ഷിക്കുകയായിരുന്നു. ഭീമൻ്റെ ശരങ്ങളേറ്റ് സൈനികർ ഒടുങ്ങുന്നത് കണ്ട് കലിംഗരാജകുമാരൻ ഭീമനെ ചെറുത്തു. നേരത്തെ ഭീമൻ കലിംഗരാജാവിനെ വധിച്ചതിൻ്റെ ക്രോധം ആ കുമാരനിൽ ഉണ്ടായിരുന്നു. അയാളുടെ അമ്പേറ്റ് ഭീമസേനൻ്റെ തേർക്കൊടിമധുരം തകർന്നു. ഒപ്പം ഭീമസേനൻ്റെ സാരഥിയായ ബിശോകന് മുറിവേൽക്കുകയും ചെയ്തു. രഥം നിയന്ത്രണം വിട്ടപ്പോൾ ഭീമൻ താഴെ ഇറങ്ങി കലിംഗരാജകുമാരൻ്റെ രഥത്തിൽ ചാടിക്കയറി അയാളോട് മുഷ്ടിയുദ്ധം ആരംഭിച്ചു. ഭീമൻ്റെ പ്രഹരമേറ്റ് രാജകുമാരൻ്റെ അസ്ഥികൾ തകർന്നു. ഈ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ കർണനും സഹോദരന്മാരും പാമ്പുകളെപ്പോലെ പുളയുന്ന കുറേ അസ്ത്രങ്ങൾ ഭീമന് നേരെ അയച്ചു. അപ്പോൾ ഭീമൻ രഥത്തിൽ നിന്നും ചാടി ധ്രുവൻ്റെ രഥത്തിൽ കയറി. ധ്രുവൻ ഭീമന് നേരെ കുറേ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അവയെല്ലാം തട്ടിയകറ്റി ഭീമൻ ധ്രുവനെയും മുഷ്ടിപ്രയോഗത്താൽ കാലപുരിക്ക് അയച്ചു. അപ്പോൾ കർണൻ സ്വർണ്ണ നിറമുള്ള ഒരു ശക്തി ഭീമന് നേരെ അയച്ചു. ഭീമൻ അത് പിടിച്ചെടുത്ത് കർണനെ തന്നെ ലക്ഷ്യമാക്കി തിരിച്ചെറിഞ്ഞു. ശകുനി ഒരമ്പിനാൽ ആ ശക്തിയെ തകർത്ത് കർണൻ്റെ ജീവൻ രക്ഷിച്ചു. അങ്ങയുടെ പുത്രനായ ദുർമദൻ ഭീമനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. അയാളുടെ തേരാളിയെയും കുതിരകളെയും ഭീമൻ വധിച്ചു. ദുർമദൻ സഹോദരനായ ദുഷ്കർണൻ്റെ രഥത്തിൽ കയറി ഇരുവരും ഒരേ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഭീമനോട് യുദ്ധം ചെയ്തു. കൗരവ മഹാരഥന്മാർ നോക്കി നിൽക്കെ ഭീമൻ ദുഷ്കർണൻ്റെ രഥം ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഇരുവരെയും രഥത്തിന് പുറത്തേക്ക് തള്ളിയിട്ട് വധിച്ചു. പിന്നീട് ഭീകരമായൊരു സിംഹഗർജനം പുറപ്പെടുവിച്ചു. ഈ സഹോദരന്മാരുടെ മരണം കൗരവപക്ഷത്തിനേറ്റ കഠിനമായൊരു പ്രഹരമായിരുന്നു. ഭീമൻ്റെ രൂക്ഷഭാവം കണ്ട് സംഹാരരുദ്രൻ ഭീമനിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് കണ്ടു നിന്നവർ പറഞ്ഞു. രൗദ്രഭാവം പൂണ്ട ഭീമസേനനെ കണ്ട് ഭയന്ന് ശത്രുക്കൾ ഒറ്റതിരിഞ്ഞ് ഓടാൻ തുടങ്ങി. അങ്ങനെ രാത്രിയുടെ ഇരുട്ടിൽ നടന്ന യുദ്ധത്തിൽ ഭീമൻ്റെ വിജയം കണ്ട് പാണ്ഡവരിൽ ആഹ്ലാദം നുരഞ്ഞു പൊന്തി. രാജാവേ, സോമദത്ത രാജാവിന് സാത്വികയോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. സോമദത്തൻ്റെ മകനായ ഭൂരിശ്രവസ് യുദ്ധം നിർത്തി ധ്യാനത്തിൽ പ്രവേശിച്ച സമയത്തായിരുന്നല്ലോ സാത്വിക അയാളെ വധിച്ചത്.
അതിനാൽ സോമദത്തൻ വൈര്യത്തോടെ സാത്യകിയോട് യുദ്ധം ചെയ്തു. പക്ഷേ സാത്യകിയായിരുന്നു കൂടുതൽ ശക്തൻ. അയാളുടെ വില്ലും ശക്തമായിരുന്നു. സാത്യകി പ്രയോഗിച്ച ശരങ്ങൾ സോമദത്തനെ വളരെയേറെ വേദനിപ്പിച്ചു. രഥത്തിൽ തളർന്നു വീണുപോയ സോമദത്തനെ സാരഥി ദൂരേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ആ വേളയിൽ ദ്രോണർ സാത്യകിയെ ചെറുക്കാൻ എത്തിച്ചേർന്നു. പക്ഷേ സാത്യകിക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് യുധിഷ്ഠിരനും സൈന്യവും ഉണ്ടായിരുന്നു. പാണ്ഡവർ സാത്യകിക്കൊപ്പം ചേർന്ന് ആചാര്യനെ വളഞ്ഞു നിന്ന് ആക്രമിച്ചു. അദ്ദേഹം ശക്തമായി തന്നെ ചെറുത്തു. ഒപ്പം ഒരു ശരത്താൽ യുധിഷ്ഠിരനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ആചാര്യൻ്റെ ശരമേൽക്കാത്ത ഒരു പാണ്ഡവപക്ഷക്കാരും ഇല്ലാത്ത നിലയിലായിരുന്നു യുദ്ധം മുന്നോട്ട് പോയത്. രാജാവെ, ദ്രോണരുടെ ലക്ഷ്യം യുധിഷ്ഠിരനായിരുന്നു. ദ്രോണരുടെ മുന്നിലെത്തുന്ന ഓരോ പാണ്ഡവ പടയാളികളെയും അദ്ദേഹം ശിരസ്സരിഞ്ഞ് വധിച്ചുകൊണ്ടിരുന്നു. അർജുനൻ്റെ മുന്നിലൂടെ പ്രാണഭയം പൂണ്ട പാണ്ഡവ സൈന്യം ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. ഇതുകണ്ട് നിരാശനായ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ആചാര്യനെ ഭയന്ന് ഇവർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടില്ലേ? എന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കൂ. ഭീമസേനൻ സാരഥിയായ വിശോകനോട് പറഞ്ഞു, സാരഥി, ആചാര്യൻ്റെ മുന്നിലേക്ക്. കൃഷ്ണനും വിശോകനും അവരവരുടെ രഥങ്ങൾ ദ്രോണരുടെ മുന്നിൽ എത്തിച്ചു. അർജുനനെ പിന്തുടർന്ന് പാഞ്ചാല, സൃഞ്ജയ, കോസല, കേകയ, മത്സ്യരാജാക്കന്മാരെല്ലാം എത്തിച്ചേർന്നു. അവർക്ക് പിന്നാലെ ചേതി, കാരുഷം എന്നീ രാജ്യത്തെ രാജാക്കന്മാരും വന്നു ചേർന്നു. മഹാരാജാവേ, പിന്നെ അവിടെ നടന്ന യുദ്ധത്തെക്കുറിച്ച് അനന്തന് പോലും വർണ്ണിക്കുവാൻ കഴിയില്ല. ഇവിടെ അനന്തനാലും വർണ്ണിക്കുവാനാവില്ല എന്ന് പറഞ്ഞത് ഭാഷയിലെ ഒരു പ്രയോഗമാണ്. അതായത് അനന്തൻ മഹാവിഷ്ണു പാലാഴിയിൽ ശയിക്കുന്ന തൽപ്പമാണ്. അനന്തൻ എന്ന നാഗശ്രേഷ്ഠനെയാണ് തൽപ്പമായി ഉപയോഗിച്ചിട്ടുള്ളത്. അനന്തന് 1000 തലകളാണുള്ളത്. 1000 തലകളുണ്ടെങ്കിൽ 1000 നാവുകളും ഉണ്ടല്ലോ. അതായത് 1000 നാവുകൾ കൊണ്ട് പറഞ്ഞാലും തീരാത്തത്ര സംഭവങ്ങളാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്നതെന്നാണ് സഞ്ജയൻ പറഞ്ഞത്. അനന്തനാലും അസാധ്യമെന്നൊരു പ്രയോഗം പണ്ട് മുതലേ ഉണ്ട് എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. സഞ്ജയൻ തുടർന്നു, രാജാവേ, ഭീമനും അർജുനനും വലിയ രഥസൈന്യങ്ങളുമായി കൗരവസേനയുടെ ഉത്തര ദക്ഷിണ ദിക്കുകളിൽ നിലയുറപ്പിച്ചു. സാത്യകിയും ദൃഷ്ടദ്യുമ്നനും ഹിമാർജുനന്മാർക്ക് ഒപ്പം ചേർന്നു. ഭൂരിശ്രവസിനെ സാത്യകി അതിദാരുണമായി വധിച്ചതിൽ കോപാകുലനായ അശ്വത്ഥാമാവ് സാത്യകിയെ വധിക്കുമെന്നുറപ്പിച്ച് യുദ്ധമാരംഭിച്ചു. അശ്വത്ഥാമാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഘടോൽക്കജൻ ലോഹം കൊണ്ട് നിർമ്മിച്ച ശക്തമായ ഒരു രഥത്തിൽ ദ്രൗണിയെ തടയാൻ എത്തി. രാജാവേ, ഘടോൽക്കജൻ്റെ ഒപ്പം ഒരു വലിയ രാക്ഷസ സൈന്യം കൂടി ഉണ്ടായിരുന്നു. ഘടോൽക്കജൻ്റെ ഭീമമായ വില്ല് കണ്ട് എതിർപക്ഷക്കാർ ഭയപ്പെട്ടുപോയി. അയാളുടെ രാക്ഷസീയമായ മുഖത്തിന് കൂടുതൽ ഭീതി ജനിപ്പിക്കുവാൻ കഴിഞ്ഞു. ഭീമപുത്രൻ അതിഭയങ്കര ശബ്ദത്തിൽ ഗർജിച്ചു. അത് കേട്ട് ആനകളും കുതിരകളും ഭയന്ന് മലമൂത്ര വിസർജനം നടത്തി. ഇത് കേട്ട മനുഷ്യരാകട്ടെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരുന്നു. രാക്ഷസർ 4 ഭാഗങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ വർഷിക്കുവാൻ തുടങ്ങി. യുദ്ധം രാത്രിയിലായിരുന്നതിനാൽ രാക്ഷസർക്ക് ശക്തി കൂടുതലായിരുന്നു. രാജാവേ, ഘടോൽക്കജൻ്റെ ആക്രമണത്തിൽ അങ്ങയുടെ സേനയ്ക്കും മഹാരഥന്മാർക്കും വല്ലാത്ത ഭയം തോന്നി. അവർ പടക്കളത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടങ്ങി. എങ്കിലും ഉറച്ചു നിന്നത് അശ്വത്ഥാമാവ് മാത്രമായിരുന്നു. അയാൾ ഘടോൽക്കജൻ സൃഷ്ടിച്ച മായയെ തകർത്തു. മായയെല്ലാം നീങ്ങിയപ്പോൾ ഘടോൽക്കജൻ ആയുധം പ്രയോഗിക്കുവാൻ തുടങ്ങി. അയാളുടെ വില്ലിൽ നിന്നും പുറപ്പെട്ട അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി. വേദനയാൽ ക്രുദ്ധനായ അശ്വത്ഥാമാവും ഘടോൽക്കജനെ കണക്കിനാക്രമിച്ചു. അശ്വത്ഥാമാവിൻ്റെ ബാണങ്ങൾ ഘടോൽക്കജനിലും മുറിവുകളേൽപ്പിച്ചു. കോപം കൊണ്ട് ജ്വലിച്ച ഘടോൽക്കജൻ ഒരു രഥചക്രം അശ്വത്ഥാമാവിന് നേരെ എറിഞ്ഞു. ശരങ്ങൾ പ്രയോഗിച്ച് ദ്രോണപുത്രൻ ആ ചക്രം തകർത്തു. ചക്രം വിഫലമായത് കണ്ടപ്പോൾ ഘടോൽക്കജൻ അസ്ത്രങ്ങളാൽ ദ്രോണപുത്രനെ മൂടി. അപ്പോൾ ഘടോൽക്കജൻ്റെ പുത്രനായ അഞ്ജനപർവൻ അശ്വത്ഥാമാവിനോട് യുദ്ധം ചെയ്യുവാൻ എത്തിച്ചേർന്നു. അശ്വത്ഥാമാവ് അയാളോടും യുദ്ധം ചെയ്തു. ഒരു ശരം കൊണ്ട് അഞ്ജനപർവൻ്റെ തേർക്കൊടിമരം തകർത്തു. 2 ശരങ്ങളാൽ 2 സാരഥിമാരെയും വധിച്ചു. 3 ബാണങ്ങളാൽ തുണീരവും 4 ബാണങ്ങളാൽ 4 രഥാശ്വങ്ങളെയും വീഴ്ത്തി. രഥം തകർന്ന അഞ്ജനപർവൻ ഒരു വാളുമായി ദ്രോണപുത്രന് നേർക്ക് പാഞ്ഞെടുത്തു. ഒരു ശരം കൊണ്ട് ആ വാളും അശ്വത്ഥാമാവ് മുറിച്ചു കളഞ്ഞു. അഞ്ജനപർവൻ ഒരു ഗദ ചുഴറ്റിയെറിഞ്ഞു. ദ്രൗണി അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു. കാർമേഘങ്ങളെപ്പോലെ അഞ്ജനപർവനും കൂട്ടരും ആകാശത്തേക്ക് പൊങ്ങിപ്പോയി.
ഭൂമിയിൽ നിന്നും പിഴുതെടുത്ത വൻമരങ്ങൾ അവർ ആകാശത്ത് നിന്നുകൊണ്ട് എറിയുവാൻ തുടങ്ങി. അശ്വത്ഥാമാവ് ആകാശത്തേക്ക് തുടർച്ചയായി അമ്പുകൾ പ്രയോഗിച്ചു. അഞ്ജനപർവൻ മടങ്ങി വന്ന് രഥത്തിൽ കയറി. ആ സമയത്ത് ദ്രോണപുത്രൻ ഒരു ശരം അയച്ച് അഞ്ജനപർവൻ്റെ ശിരസ് ഛേദിച്ചു. മകൻ മരിച്ചു വീണത് കണ്ട് ഘടോൽക്കജൻ അത്യന്തം കോപത്തോടെ അശ്വത്ഥാമാവിനെ സമീപിച്ച് പറഞ്ഞു, ദ്രോണപുത്ര, പോരിൽ നിന്നും പിന്തിരിയാത്ത പാണ്ഡവ വംശത്തിലെ അംഗമാണ് ഞാൻ. രാക്ഷസ രാജാവായ എനിക്ക് ദശകണ്ഠനോളം തന്നെ ശക്തിയുണ്ട്. നിന്റെ ഈ പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ തന്നെ നിനക്ക് മടക്കിത്തരുന്നുണ്ട്. ഘടോൽക്കജൻ അശ്വത്ഥാമാവിന് നേരെ ശക്തിയുള്ള അസ്ത്രങ്ങൾ അയച്ചു. അവയെല്ലാം അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടി തീപ്പൊരി ചിതറി. ഇടയ്ക്കിടെ മിന്നൽ പിണർ പോലെ ഉണ്ടായ തീപ്പൊരി യുദ്ധഭൂമിയിലെ ഇരുട്ടിനെ തകർത്തു. അശ്വത്ഥാമാവ് തൻ്റെ ശരങ്ങളെല്ലാം തകർക്കുന്നത് കണ്ട് ഘടോൽക്കജൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഒരു മായ പ്രകടിപ്പിച്ചു. ഭീകരമായ ഒരു പർവ്വതം പോലെ നിന്നുകൊണ്ട് അതിൽ നിന്നും ആയുധങ്ങൾ പുറത്തേക്ക് ചൊരിയുവാൻ തുടങ്ങി. കൂസലേതുമില്ലാതെ അശ്വത്ഥാമാവ് പർവ്വതത്തിന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രമേറ്റ് പർവ്വതം അലിഞ്ഞ് അന്തരീക്ഷത്തിൽ ലയിച്ചു. അപ്പോൾ ഘടോൽക്കജൻ വേഗം മഴവില്ലോടുകൂടിയ ഒരു കാർമേഘമായി മാറി. മേഘങ്ങളിൽ ഇരുന്നു കൊണ്ട് കരിങ്കല്ലുകൾ പോലെയുള്ള ആലിപ്പഴങ്ങൾ താഴേക്ക് വർഷിച്ചു. രാജാവേ ദ്രോണപുത്രൻ വായവ്യാസ്ത്രം കൊണ്ട് കാർമേഘത്തെ ചിതറിച്ചു. ഒപ്പം തന്നെ യുദ്ധഭൂമിയിലുള്ള ശത്രുക്കൾക്ക് നേരെ അയാൾ അസംഖ്യം അമ്പുകൾ അയച്ചു. ഓരോന്നും ഓരോ മഹാരഥന്മാരുടെ ശിരസ്സുകളെ അരിഞ്ഞു വീഴ്ത്തി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.